ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അവർ അവളോട്, ഞങ്ങളും നിന്നോട് കൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. നവോമിയുടെ 2 മരുമക്കളെയും മടക്കി അയക്കുവാൻ പറയുന്നതിന്റെ പരമാവധി ചെയ്തിട്ടും ആ 2 പെൺകുട്ടികളുടെയും മറുപടി നോക്കുക. ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്നാണ് അവർ പറയുന്നത്. വളരെ വിചിത്രമായ ഒരു പ്രതികരണം തന്നെയാണ് ഇവരിൽ നിന്നും ഉണ്ടായത്. പുറപ്പെടുമ്പോൾ തോന്നാത്ത ആശയവൈരുദ്ധ്യമാണ് നവോമിയുടെ ഇപ്പോഴത്തെ വാക്കുകളിൽ നിന്നും അവർക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിന്റെ മധ്യേ തന്നെ വേറൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ചില വർഷങ്ങളായി നവോമിയെക്കുറിച്ച് അവരുടെ ഉള്ളിൽ ഉടലെടുത്ത അഭിപ്രായത്തിന് ഒട്ടും മങ്ങലേൽക്കുകയല്ല ഉണ്ടായത്. അത് കുറെ കൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. നവോമിയുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ മുമ്പുണ്ടായിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവർക്ക് അനുഭവപ്പെടുന്നുവെങ്കിലും അവളിലുള്ള ദൈവവിശ്വാസം കൂടുതൽ അവരെ ആകർഷിക്കുകയാണ് ചെയ്തത്. അവൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ജിജ്ഞാസ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്തു പറയുമ്പോഴും യഹോവ യഹോവ എന്നാണ് നവോമി പറയുന്നത്. യഹോവ നിങ്ങൾക്ക് ദയ ചെയ്യുമാറാകട്ടെ, യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ രീതിയിലാണ് അവരുടെ വാക്കുകൾ. നവോമിയുടെ മടക്കയാത്രയുടെ തുടക്കം തന്നെ യഹോവയുടെ സന്ദർശനത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് അവർ ഓർത്തു കാണും. നവോമിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ജീവിതത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് യഹോവയാണ് എന്ന അതിമഹത്തായ ഉറച്ച ബോധ്യം ഒരു വശത്തുണ്ട്. അതേസമയം തന്റെ ജനത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന പ്രതികരണങ്ങളെക്കുറിച്ചുള്ള ഭയവും സംശയങ്ങളും മറുവശത്തുമുണ്ട്. ഈ 2 അനുഭവങ്ങളുടെ നടുവിൽ കിടന്ന് വലയുകയാണ് നവോമി. പ്രിയമുള്ളവരെ, നാം പിന്മാറിപ്പോയാൽ തിരിച്ചു വന്ന് സഭയിൽ നിരപ്പ് പ്രാപിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള വല്ലാത്ത ഒരു ഹൃദയാവസ്ഥ നമ്മിലുമുണ്ടാകും. അത് വളരെ സ്വാഭാവികമാണ്. ഈ സമയത്ത് മരുമക്കൾ പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കുക. ഞങ്ങളും നിന്നോടുകൂടെ പോരുന്നു. മാനുഷികമായ പ്രശ്നങ്ങൾ നവോമിയെ അലട്ടുന്നുണ്ട് എന്നത് പ്രകടമാണെങ്കിലും യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഈ വ്യക്തിയെ വിട്ടുനിൽക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അതായത് അവളിൽ കൂടെ അവർ കേട്ട യഹോവയുടെ മഹാത്മ്യം അവർ വ്യക്തമായി കാണുകയായിരുന്നു. മോവാബ് വിടുവാനുള്ള തീരുമാനത്തിലൂടെ അവർ അത് കണ്ടതാണ്. ഇപ്പോഴിതാ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് യഹോവയാണ് എന്ന നവോമിയുടെ പ്രഖ്യാപനത്തിലൂടെ അത് വീണ്ടും അവർ കണ്ടു. യഹോവയെക്കുറിച്ചുള്ള ഈ ഉൾക്കാഴ്ച അവളോട് കൂടെ തന്നെ ആയിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. അതിനാൽ അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ പോരുന്നുവെന്ന്. അവർ രണ്ടാമത് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു. ഈ ജനത്തെക്കുറിച്ച് അവർക്കെന്തറിയാം? കേവലം മങ്ങിയ ഒരു അറിവല്ലാതെ പൂർണ്ണമായ ധാരണയൊന്നും അവർക്കില്ല. പിന്നെ എന്തിനാണ് നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, അവർക്ക് ഈ ജനത്തെക്കുറിച്ചുള്ള കേൾവിയിലൂടെ കിട്ടിയ അറിവ് അതിമഹത്തായതാണ്. ഈ ജനത്തോട് ഇടപെടുന്ന ജീവനുള്ള ദൈവം, ഇതാണ് അവർ മനസ്സിലാക്കിയത്. അവരുടെ ദേവൻ ജനങ്ങളോട് ഇടപെട്ട ചരിത്രമൊന്നും അവർക്ക് പറയുവാനായിട്ടില്ല. നവോമി എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കൂടെയും അതുതന്നെയാണ് അവർ മനസ്സിലാക്കിയത്. 2 മാധ്യമങ്ങൾ. ഒന്ന് നവോമി എന്ന വ്യക്തി, 2 നവോമിയുടെ ജനം. ഇവ രണ്ടും ഈ മരുമക്കളുടെ ജീവിതത്തിൽ ഇതിനോടകം വലിയ സ്ഥാനം പിടിച്ചു. യഹോവ എന്ന് ഇവർ പറയുന്ന ജീവനുള്ള
ദൈവത്തെക്കുറിച്ചാണ് ഇവരുടെ മനസ്സിൽ ചെറിയൊരു വെളിച്ചം നവോമിയിൽ കൂടെയും നവോമിയുടെ ജനത്തെക്കുറിച്ചുമുള്ള കേൾവിയിൽ കൂടെയും അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ നവോമിയെ അവർക്കറിയാം, കൂടെ അവർ ജീവിച്ചിട്ടുള്ളതാണ്. ഇനിയും ആ ജനത്തെ കൂടെ ഒന്ന് കാണണം, അവരെ ഒന്ന് അടുത്തറിയണം. പ്രിയമുള്ളവരെ, നമ്മിൽ കൂടെയും നാം കൂടി വരുന്ന സഭയിൽ കൂടെയും ദൈവം ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. നമ്മിൽ കൂടെ ജീവനുള്ള ദൈവത്തെ, ആർക്കും കാണുവാൻ കഴിയാത്ത ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹം മറ്റുള്ളവർക്ക് ജനിക്കണം. അതാണ് ആവശ്യം. 2 കൊരിന്ത്യർ 3:18 നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടിയിൽ പോലെ പ്രതിബിംബിക്കുന്നവരായിട്ട് നാം തീരണം. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന്റെ തേജസ്സിനെ ആഗീരണം ചെയ്യുന്നവരായി, സ്വീകരിക്കുന്നവരായി ആദ്യം നാം തീരണം. അത് സ്വീകരിപ്പാൻ കഴിയാതെ വണ്ണം അഴുക്കുകൾ നമ്മുടെ ജീവിതമാകുന്ന കണ്ണാടിയിലുണ്ടെങ്കിൽ തിരുവെഴുത്തിലൂടെ അത് തുടച്ച് വൃത്തിയാക്കുകയാണ് ആദ്യത്തെ ആവശ്യം. ആ അഴുക്കുകൾ നീങ്ങാതെ, ആ പ്രതലം വൃത്തിയാകാതെ ഒന്നും തന്നെ പ്രതിബിംബിക്കപ്പെടുകയില്ല. നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിനെ റിഫ്ലക്ട് ചെയ്യുവാൻ, പ്രതിബിംബിക്കുവാൻ ഇടയാകുന്നവയാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സഭകളിൽ കൂടെയും ഇതുതന്നെയാണ് സാധിക്കേണ്ടത്. വ്യക്തികൾ ചേർന്നതാണല്ലോ സഭ. ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് മറ്റുള്ളവർ നമ്മോട് പറയുവാനായിട്ട് ഇടയായിത്തീരുമോ? അത്തരത്തിലുള്ളൊരു ജീവിതം കാഴ്ചവെക്കുവാൻ വലിയവനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ വരമരുളീശ, നീയത്രേ എൻ രക്ഷാസ്ഥാനം.